അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. നിർമ്മല കോളേജ് വിദ്യാർത്ഥി നമിത ഓർമ്മയായിട്ട് 1 വർഷം. കഴിഞ്ഞ ജൂലൈ 26-ന് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചാണ് നമിത മരണത്തിന് കീഴടങ്ങിയത്. നിർമ്മല കോളേജിന് മുന്നിലുണ്ടായ അപകടത്തിൽ മരിച്ച നമിതയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 1 വയസ്സ്. അവസാന വർഷ BCom വിദ്യാർത്ഥിയായിരുന്ന നമിത കഴിഞ്ഞ ജൂലൈ 26-ന് വൈകുന്നേരം 5-ഓടെ കോളേജിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാളകം കുന്നയ്ക്കാൽ വടക്കേ പുഷ്പകം രഘുവിന്റെയും ഗിരിജയുടെയും മകളാണ് മരിച്ച നമിത. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന നമിതയെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ നമിതയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോളേജിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്ന പതിവുള്ള നമിതയുടെ ഫോൺ കോൾ വരാതിരുന്നതിനാൽ ആശങ്കപ്പെട്ടിരുന്ന മാതാപിതാക്കൾ പിന്നീടറിഞ്ഞത് നമിതയുടെ മരണവിവരമാണ്. നമിതയുടെ മരണത്തിനിടയാക്കിയ ബൈക്ക് ഓടിച്ചിരുന്ന ഏനാനെല്ലൂർ കുഴുമ്പിത്താഴം സ്വദേശി ആൻസൺ റോയിയെ കാപ്പ ചുമത്തി വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപകടത്തിൽ നമിതയുടെ സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ നമിതയുടെ വിയോഗത്തിൽ വീട്ടുകാരെ പോലെ തന്നെ കോളേജും സഹപാഠികളും കണ്ണീരിലായിരുന്നു. തന്റെ ഒരുപിടി സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ആ 20-കാരി യാത്രയായത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.